മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ തുറക്കപ്പെട്ട കൃപാസനവും ലഭ്യമാകുന്ന കൃപകളുമാണ്. അപ്പോൾ നമുക്ക് ആ വിഷയം പഠിക്കാനായിട്ട് ശ്രമിക്കാം. സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ. തുറക്കപ്പെട്ട കൃപാസനവും ലഭ്യമാകുന്ന കൃപകളും, ഇതാണ് നമ്മളുടെ പഠന വിഷയം. നമ്മൾ ഈ പഠനത്തിൽ നമുക്ക് ആധാരമായിരിക്കുന്ന വാക്യം എബ്രായ ലേഖനം 4-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യത്തെ ബേസ് ചെയ്തുള്ള ഒരു ടോപ്പിക്കൽ സ്റ്റഡിയാണ് നാം നടത്തുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് പ്രാരംഭമായിട്ട് വായിച്ച് കേൾക്കാം. തുടർന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പോൾ നമ്മളുടെ പഠനത്തിന്റെ ആധാരമായിരിക്കുന്ന വാക്യം ഇവയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിലൂടെ പുതിയ വിശ്വാസികൾക്ക് പ്രവേശനം സാധ്യമായിരിക്കുന്ന സ്വർഗത്തിലുള്ള കൃപയുടെ സിംഹാസനമാണ് കൃപാസനം എന്ന് നമ്മൾ ആദ്യമായി പഠിച്ചു. ഈ ഭൂമിയിൽ മേഴ്സി സീറ്റ് എന്ന പേരിൽ കരുണയുടെ മൂടി എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഒരു വസ്തുവുണ്ട്. അത് സമാഗമന കൂടാരത്തിൽ അതിപരിശുദ്ധമായ സ്ഥലത്ത് മന്ന, 10 കൽപ്പന, അഹരോന്റെ തളിർത്തവടി എന്നീ കാര്യങ്ങളെ മൂടി വെച്ചിരിക്കുന്ന ഒരു മൂടിയാണ്. അതിന്റെ പേര് കൃപാസനം എന്നല്ല, ശരിക്കും അതിന്റെ പേര് കരുണയുടെ സീറ്റ് എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് വേണ്ടി തുറന്നു കിട്ടിയത് ആ കരുണയുടെ സീറ്റിനെ അല്ല, മറിച്ച് സ്വർഗീയമായ കൃപാസനത്തെയാണ്, അഥവാ കൃപയുടെ സിംഹാസനത്തെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. നമ്മൾ കണ്ട രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ മഹാപുരോഹിതനായ ക്രിസ്തുവുണ്ട്. മാത്രമല്ല ആ കൃപാസനം നമുക്കായി സദാസമയം തുറന്നിട്ടിരിക്കുകയും ആണ്. അപ്പോ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗീയമായ ഒരു സിംഹാസനമുണ്ട്, അതാണ് കൃപാസനം. അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സിംഹാസനസ്ഥനാണ്, അഥവാ അവനവിടെ മഹാപുരോഹിതനായിട്ട് ഇരിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, അത് നമുക്ക് വേണ്ടി സദാസമയവും തുറന്നിട്ടിരിക്കുകയും ആണ്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചത്. നമുക്ക് ഇന്ന് തുറന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ വാക്യം നമ്മോട് പറയുന്ന അടുത്ത കാര്യം, കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്നുള്ളത് ആണ്. അപ്പോൾ നമുക്ക് കരുണ വേണം, പിന്നെ എന്ത് വേണം? കൃപയും വേണം. ഇപ്പൊ സിംഹാസനത്തിൽ നിന്ന് കർത്താവിന് നമ്മോട് കരുണ തോന്നുകയും നമുക്ക് സഹായം ലഭിക്കുകയും ചെയ്യും. ആ സഹായമാണ് ലഭ്യമാകുന്ന കൃപകൾ. അപ്പൊ നമ്മൾ ആദ്യം തുറക്കപ്പെട്ട കൃപാസനം എന്താണ് എന്ന് കണ്ടു. ഏതാണ് തുറക്കപ്പെട്ട കൃപാസനം? സ്വർഗത്തിൽ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കുന്ന, നമുക്ക് വേണ്ടി ഉള്ള കൃപയുടെ സിംഹാസനമാണ് കൃപാസനം. ഇനി അവിടുന്ന് ലഭ്യമാകുന്ന കൃപകൾ എന്ന് പറയുമ്പോൾ, ദൈവം സ്വർഗത്തിൽ നമ്മെ നോക്കുന്നു. അവൻ നമ്മെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് തുല്യമായി, അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന അതേ വേദനകളിലൂടെയും അതേ പരിശോധനകളിലൂടെയും അതേ പരീക്ഷകളിലൂടെയും കടന്നു പോയിട്ടുള്ള ആളാണ്. അദ്ദേഹം നമുക്ക് വേണ്ടി അവിടെ മഹാപുരോഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തിന്, അഥവാ കർത്താവായ യേശുക്രിസ്തുവിന് നമ്മോട് കരുണ തോന്നും. കരുണ തോന്നിയിട്ട് നമുക്ക് അതാത് സമയങ്ങളിൽ കൃപ നൽകും.
ആ കൃപകളാണ് ലഭ്യമാകുന്ന കൃപകൾ. അപ്പൊ ഒന്നാമതായി നമുക്ക് ലഭ്യമാകുന്ന കൃപ എന്താണെന്ന് നോക്കാം. നമുക്ക് സഹായമാണ് ലഭിക്കുക. അതാണ് കൃപ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കൃപ എന്ന് പറയുന്നത്. സഹായമാണ് കിട്ടുന്നത്. എന്തിനുള്ള സഹായമാണ് കിട്ടുന്നത്? നമുക്ക് 3 കാര്യങ്ങൾക്കുള്ള സഹായമാണ് അവിടുന്ന് കിട്ടുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഈ 3 ആഴ്ചകൾ കൊണ്ട് പ്രധാനമായും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഒന്നാമത്, നമ്മുടെ വിചാരങ്ങൾ വിവേചിച്ചറിയുവാനുള്ള സഹായം നമുക്ക് ലഭിക്കുന്നു. അതാണ് ഒന്നാമതായി ലഭിക്കുന്ന കൃപ. വിചാരങ്ങൾ വിവേചിച്ചറിയുവാനുള്ള കൃപ ലഭിക്കുന്നു. രണ്ടാമത്തെ കൃപ, നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കാനുള്ള കൃപ ലഭിക്കുന്നു. മൂന്നാമത് ലഭിക്കുന്ന സഹായം, നമ്മുടെ വീഴ്ചകളിൽ പാപമോചനം പ്രാപിച്ച് ശുദ്ധീകരിക്കപ്പെടുവാൻ നമുക്ക് സഹായം ലഭിക്കുന്നു. അതാണ് മൂന്നാമത്തെ കൃപ. അപ്പോൾ ഒന്നാമത്തെ കൃപ വിചാരങ്ങൾ വിവേചിച്ചറിയുവാനുള്ള കൃപയാണ്. വിചാരങ്ങളെ വിവേചിച്ച് അറിയുവാനുള്ള കൃപ. നമുക്ക് അങ്ങനെ പറഞ്ഞതിന്റെ കാരണം അറിയണ്ടേ? അല്ലെങ്കിൽ അതിനൊരു തെളിവ് വേണമല്ലോ. ആ തെളിവിനായി നമുക്കൊരു വാക്യം വായിക്കാം. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. എബ്രായ ലേഖനം നമ്മുടെ തുടക്കം ആ വാക്യത്തിൽ നിന്നാണ്. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ച് ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. നമ്മൾ പലപ്പോഴും ഈ വാക്യത്തിൽ നിന്ന് കേട്ടിട്ടുള്ളത്, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അത് പ്രസംഗിക്കുന്നയാളെയും കുത്തും, കേൾക്കുന്നയാളെയും മുറിവേൽപ്പിക്കും. ഇപ്പൊ 2 സൈഡിലും എഡ്ജാ, 2 സൈഡിലും അതിന്റെ എന്ത് പറയാ, ഇരുവായ്ത്തലയുണ്ട്, 2 സൈഡിലും അതിന്റെ വായുണ്ട്, അല്ലെങ്കിൽ 2 സൈഡിലും മൂർച്ചയുണ്ട്. അപ്പൊ അവിടെയും വേദനിപ്പിക്കും, ഇവിടെയും വേദനിപ്പിക്കും എന്നാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം. ഞാനും പലപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുമുണ്ട്, 2 പേരെയും ഒരുപോലെ മുറിക്കുന്ന ഒന്നാണ് എന്ന്. പക്ഷേ അത് വാസ്തവമാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. 2 പേർക്കും ദൈവം പ്രസംഗിക്കുന്ന ആളോട് സംസാരിക്കും, കേൾക്കുന്ന ആൾക്കാരോട് സംസാരിക്കും. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം അതാണോ? ഇവിടെ ഉദ്ദേശിക്കുന്ന വായിച്ചു നോക്കിയേ. ഇവിടെ പറയുന്ന കാര്യം ഇത് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുമെന്നാണ്. അപ്പം ഈ ഇരുവായ്ത്തലയുള്ള ഈ വാള്, അതിന് ഉദാഹരണം പറഞ്ഞൊരു കാര്യമുണ്ട്, സന്ധിമജ്ജകളെ വേർവിടുവിക്കും. ഇപ്പൊ ഈ 2 അസ്ഥികൾക്കിടയിലുള്ള അല്ലെങ്കിൽ 2 ഇതിന്റെ ഇടയിലാണ് ഈ മജ്ജ ഇരിക്കുന്നത്. അത് വേർപിടിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ള കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാലും പൂർണ്ണ വിവേചിക്കാനായിട്ട് സാധിക്കത്തുമില്ല. അപ്പം അതിനെ പോലും വിവേചിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. എന്നിട്ട് പറയാണ്, ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തനകളെയും അല്ലെങ്കിൽ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെയും ഭാവങ്ങളെയും അഥവാ ഉദ്ദേശങ്ങളെയും വേർതിരിച്ച് അറിയും. ഇപ്പൊ ഈ ഹൃദയം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനത്തെ ഒരു ഹൃദയമാണോ? നമ്മുടെ ബയോളജിക്കലായി നമ്മൾ ഹാർട്ട് എന്ന് പറയുന്ന ഹാർട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം? ഒരിക്കലുമല്ല. കാരണം ഈ ബയോളജിക്കലായി ഹാർട്ടിനകത്ത് ബ്ലഡ് പമ്പ് ചെയ്യുന്നതല്ലാതെ വേറൊരു കാര്യവും നടക്കുന്നില്ല. ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ലഭിക്കുന്ന ചിന്തകളെ, ബ്രെയിനിൽ ഉണ്ടാകുന്ന ഭാവങ്ങളെ വിവേചിച്ചറിയുക എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകത. അതിനെ തമ്മിൽ വേർപിടിവിക്കും വരെ തുളച്ചു കയറി ചെല്ലും, അതിനെ വേർപിടിച്ചു തരികയും ചെയ്യും. ഇപ്പൊ മനസ്സിന് ലഭിക്കുന്ന ചിന്തകൾ ഇപ്പൊ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് ചിന്തിക്കുക, ഇത് ഒരാളുടെ ബ്രെയിൻ, നമ്മുടെ ആരുടെയെങ്കിലും അല്ലെങ്കിൽ എൻ്റെ തന്നെ ഒരു ബ്രെയിൻ ആണെന്നിരിക്കട്ടെ, ഇത് എൻ്റെ ബ്രെയിൻ. ഈ ബ്രെയിനിലേക്ക് എൻ്റെ പ്രാണൻ ചില ചിന്തകൾ നൽകിത്തരും. ചില കാര്യങ്ങൾ എൻ്റെ പ്രാണൻ എൻ്റെ ബ്രെയിനിനോട് പറയും. അതനുസരിച്ചാണ് ബ്രെയിൻ പ്രവർത്തിക്കുക. ബ്രെയിന് കിട്ടുന്ന ചിന്തകൾ അനുസരിച്ചാണ് ബ്രെയിൻ പ്രവർത്തിക്കുക. അതേ സമയത്ത് ആത്മാവും എന്ത് ചെയ്യും? കാര്യങ്ങൾ പറയും. അപ്പൊ ഒരേ സമയത്ത് ഒരു ഫൈറ്റ് നടക്കുകയാണ് ബ്രെയിനകത്ത്. ആരുടെ ആലോചന സ്വീകരിക്കണം? ആത്മാവ് പറയുന്നത് സ്വീകരിക്കണമോ അതെയോ പ്രാണൻ പറയുന്നത് സ്വീകരിക്കണമോ? നമ്മൾ വായിച്ചല്ലോ, ദൈവത്തിന്റെ വചനം, തിരുവചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും
എന്നിട്ട് പറയുകയാണ് ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം ശരിക്കും ചെയ്യും നമ്മുടെ ബുദ്ധിയിലേക്ക് വരുന്ന രണ്ട് അഭിപ്രായങ്ങൾ. ഒന്ന് പ്രാണന്റെ അഭിപ്രായമാണ്, മറ്റൊന്ന് ആത്മാവിന്റെ അഭിപ്രായമാണ്. ഈ രണ്ട് അഭിപ്രായങ്ങളെ വിവേചിച്ച് അറിയേണ്ടതായിട്ട് ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്നെ തന്നെ എടുക്കാം. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഉദാഹരണങ്ങളായിട്ട് എടുക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കുക. ഇപ്പൊ ഇന്നത്തെ ഈ മെസ്സേജ് ഇന്ന് ഞാൻ നിങ്ങളോട് ദൈവത്തിന് വചനം സംസാരിക്കുകയാണ്. അപ്പൊ ഇത് എന്റെ ബ്രെയിൻ ആണ്. അങ്ങനെ ചിന്തിക്കുക, ഇത് എന്റെ ബ്രെയിൻ ആണ്. അപ്പൊ എന്റെ പ്രാണൻ എന്നോട് പറയുകയാണ് ഇന്ന് സൂപ്പർ ആയിട്ട് ക്ലാസ് എടുക്കണം. ഓക്കെ, ഇന്ന് സൂപ്പർ ആയിട്ട് ക്ലാസ് എടുക്കണം. എന്റെ ബ്രെയിനോട് ആര് പറയുന്നു? പ്രാണൻ നൽകുന്ന ചിന്തയാണ്, പ്രാണന്റെ ചിന്ത. അത് ജഡത്തിന്റെയും നമ്മുടെ ബുദ്ധിയുടെയും നമ്മളുടെ വികാരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രാണൻ ഈ ചിന്ത പറയുന്നത്, ഈ ആശയം പറയുന്നത്. എന്താ ആശയം പറഞ്ഞത്? ഇന്ന് സൂപ്പർ ആയിട്ട് ക്ലാസ് എടുക്കണം. ഓക്കെ. ആത്മാവും എന്ത് പറയുന്നു? ആത്മാവും പറയുന്ന കാര്യം ഇന്ന് സൂപ്പർ ആയിട്ട് ക്ലാസ് എടുക്കണം. അപ്പൊ രണ്ടുപേരും ഒരേ കാര്യമല്ലേ പറഞ്ഞു? അതെ, പ്രാണൻ പറഞ്ഞു ഇന്ന് സൂപ്പർ ആയിട്ട് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ. ആത്മാവ് എന്ത് പറഞ്ഞു? ഇന്ന് സൂപ്പർ ആയിട്ട് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു. എന്താ ഇതിന്റെ വ്യത്യാസം എന്താണ്? ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് അറിയണമെങ്കിൽ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പം ആത്മാവ് ദൈവികമായ കാര്യങ്ങളായിരിക്കും പറയുന്നത്, ദൈവികമായ ഉദ്ദേശങ്ങളായിരിക്കും ഉള്ളത്. പക്ഷെ പ്രാണന് ഈ ലോകത്തിന്റെ ഉദ്ദേശങ്ങളുമാണ് ഉള്ളത്. അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് കണ്ടോ? പൗലോസ് തന്നെ പറയുന്നുണ്ട് എന്റെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുകയാണ്. അപ്പൊ ഈ പ്രാണൻ പറയുകയാണ് ജോൺസ ഇന്നത്തെ ക്ലാസ് നീ സൂപ്പർ ആയിട്ട് എടുക്കണം. ഓക്കെ. ആത്മാവ് പറയുന്നു ജോൺസ ഇന്നത്തെ ക്ലാസ് നീ സൂപ്പർ ആയിട്ട് എടുക്കണം. ഈ രണ്ടുപേരും ഒരേ ആശയം പറഞ്ഞു. പക്ഷെ ഒരേ ആശയം പറഞ്ഞപ്പോഴും ആത്മാവിന്റെ ഉദ്ദേശം വേറെയാണ്, പ്രാണന്റെ ഉദ്ദേശവും വേറെയാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ആത്മാവിന്റെ ഉദ്ദേശത്തിന് മുമ്പ് പ്രാണൻ എന്തായിരിക്കാൻ പറഞ്ഞിരിക്കാൻ കാരണം? ഈ പ്രാണൻ പറയുക അത് കണ്ട് എല്ലാവരും എന്നെ അഭിനന്ദിക്കണം, അല്ലെങ്കിൽ നിന്നെ അഭിനന്ദിക്കണം. പ്രാണൻ ആദ്യം പറഞ്ഞ കാര്യം എന്താ? ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. എന്തിനാ അത് പറഞ്ഞേ? ഇത് കണ്ടിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? ജോൺസ ഇന്നത്തെ ക്ലാസ് ഉണ്ടല്ലോ എൻ്റെ ബ്രദറെ, ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ച് ഞങ്ങൾ കേട്ട ഏറ്റവും സൂപ്പർ ക്ലാസ് ആയിരുന്നു എന്ന് കേൾവിക്കാര് പറയാൻ ഇടയാകണം. ഇതാണ് ആര് പറയുന്നത്? എൻ്റെ പ്രാണൻ എന്നോട് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത കാര്യം എന്തായിരിക്കും പറയുന്നത്? അത് കേൾക്കുന്ന എല്ലാവരും എനിക്ക് എന്ത് ചെയ്യണം? അവരവരുടെ സ്ഥലങ്ങളിൽ എനിക്ക് അവസരങ്ങൾ തരണം. മനസ്സിലായോ? അപ്പൊ പ്രാണൻ എപ്പോഴും കൊതിക്കുന്ന എന്താ? ഈ ലോകത്തിന്റെ നന്മകളാ, ഈ ലോകത്തിന്റെ കാര്യങ്ങളാ, ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളാ, ഈ ലോകത്തിന്റെ ആനന്ദങ്ങളാ, ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളാ. ഓക്കെ. അപ്പൊ പ്രാണൻ പറഞ്ഞു സൂപ്പറായിട്ട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. എന്താ കാരണം? എല്ലാവർക്കും എന്നെ അഭിനന്ദിക്കണം, ഇഷ്ടം പോലെ അവസരങ്ങൾ എനിക്ക് കിട്ടണം. ഇനി അടുത്ത ഉദ്ദേശം എന്താണ്? അത് കേൾക്കുന്ന എല്ലാവരും എനിക്ക് എന്ത് ചെയ്യണം? കൂട്ടായ്മ തരണം. കേട്ടിട്ടില്ലേ? ഈ ചില ആളുകളൊക്കെ ഈ പ്രത്യേകിച്ച് ഈ പ്രസംഗിക്കുന്നവരൊക്കെ ഞങ്ങള് തൊണ്ട തൊഴിലാളികളാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഞങ്ങൾ തൊണ്ട തൊഴിലാളികളാണെന്ന്. ബ്രദറെ ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയിട്ട് 500 രൂപ കിട്ടിയുള്ളൂ ബ്രദറെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇതൊക്കെ പ്രാണന്റെ ചിന്തയാ. ഞാൻ ഇത്രയും ട്രാവൽ ചെയ്ത് പോയിട്ട്. അപ്പൊ എന്തിനാ പ്രസംഗിച്ചേ? കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാ. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഇതൊന്നും അറിയുന്ന പോലും, ഇതൊക്കെ പ്രാണന്റെ ആണെന്ന് പോലും അറിയുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ്, ദൈവികമായി അന്വേഷിക്കുന്ന ആത്മാവ് ഈ സാമ്പത്തിക കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അഭിനന്ദനം കേട്ടിരിക്കുന്നു തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ
ഹലോ, എന്നെ കേൾക്കുന്നില്ല? കേൾക്കാം. വീഡിയോ ഇല്ല. വീഡിയോ ഇല്ല. ആക്ച്വലി ഇത് ഞാൻ മൊബൈലിൽ നിന്ന് കയറിയിരിക്കുകയാണ്. ഇവിടെ എന്റെ വൈഫൈ പെട്ടെന്ന് ഓഫായി പോയി, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, എനിവേ നമുക്ക് ക്ലാസ് ഇങ്ങനെ തുടരാം. ഞാൻ നെറ്റ് വരുന്ന സമയത്ത് അതിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സ്ക്രീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഈ പ്രാണനും ആത്മാവും നമുക്ക് ഒരേ സമയത്ത് ആശയം നൽകിക്കൊണ്ടേയിരിക്കും. ഈ ആശയങ്ങളെ വിവേചിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതിന്റെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ പ്രാണൻ എന്നോട് പറഞ്ഞ കാര്യം, നീ ഇന്ന് സൂപ്പർ ആയിട്ട് എന്നുള്ളതാണ്. ആത്മാവ് എന്നോട് പറഞ്ഞ കാര്യവും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ പ്രാണൻ പറഞ്ഞപ്പോൾ പ്രാണന്റേതായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉദ്ദേശം എല്ലാവരും ആ ക്ലാസ് കേട്ട് എന്നെ അഭിനന്ദിക്കണം. അതാണ് പ്രാണന്റെ ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, എനിക്ക് പുതിയ അവസരങ്ങൾ കിട്ടണം, ഒരുപാട് ഈ ക്ലാസ് കൊണ്ട് ഒരുപാട് അവസരങ്ങൾ കിട്ടണം എന്നുള്ളതാണ്. മൂന്നാമത്, ഈ പ്രാണൻ പറയുന്നതിന്റെ കാരണം കുറച്ച് സാമ്പത്തികമായ നന്മകൾ എനിക്കുണ്ടാകണം എന്നുള്ളത് ആണ്. എന്നാൽ ആത്മാവ് എന്നോട് പറഞ്ഞത് ഇന്ന് സൂപ്പറായിട്ട് ക്ലാസ് എടുക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആത്മാവ് എപ്പോഴും ദൈവത്തിന്റെ കാര്യങ്ങളെ ആരായുന്നത് കൊണ്ട്, ദൈവികമായ കാര്യങ്ങളെ ആരായുന്നത് കൊണ്ട്, ആത്മാവിന്റെ ഉദ്ദേശം അതിലൂടെ ദൈവനാമം മഹത്വപ്പെടണം എന്നുള്ളതാണ്. ദൈവനാമം അതിലൂടെ മഹത്വപ്പെടണം എന്നുള്ളതാണ്. രണ്ടാമത്, ആത്മാവ് അങ്ങനെ പറഞ്ഞതിന്റെ കാരണം, അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം എല്ലാവരും കേൾക്കുവാനായിട്ട് അതൊരു മുഖാന്തരമായി തീരണം, ഇടയായി തീരണം. ഈ രണ്ട് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതങ്ങളിൽ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യം, ഇതിൽ ആരുടെ ആശയം നമ്മൾ കേൾക്കുന്നുവോ നമ്മൾ അതനുസരിച്ചായിരിക്കും പിന്നീട് അങ്ങോട്ട് പ്രവർത്തിക്കുക. അതായത്, ഞാൻ കേൾക്കുന്നത് ഈ പ്രാണന്റെ ആശയങ്ങളാണ് എങ്കിൽ ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും, അല്ല ഇനി ഞാൻ കേൾക്കുന്നത് ആത്മാവിന്റെ ആശയമാണ് എങ്കിൽ ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് സംഭവിക്കുന്ന കാര്യം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആത്മാവിന്റെയും പ്രാണന്റെയും ചിന്തകളെ വിവേചിച്ച് അറിയണം. അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ലഭിക്കുന്ന ചിന്തകളും ഭാവങ്ങളും അഥവാ ഉദ്ദേശങ്ങളും ആത്മാവിന്റെ ആണോ അതെയോ പ്രാണന്റെ ആണോ എന്ന് വിവേചിച്ച് അറിയാനായിട്ട് നമുക്ക് ദൈവത്തിന്റെ സഹായം വേണം, അഥവാ ദൈവത്തിന്റെ കൃപ വേണം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ വിവേചിച്ചറിയുന്നത്, അതിന്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിക്കാം. വിവേചിച്ചറിയേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ, അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. നമ്മൾ വിവേചിച്ചറിയേണ്ടതിന്റെ വലിയ ഒരു ആവശ്യകത ഉണ്ട്. ആ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എബ്രായർക്ക് ലേഖനം തന്നെ അതിന്റെ നമ്മൾ വായിച്ച വാക്യത്തിന്റെ 2-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം. ആ 13-ാമത്തെ വാക്യം പറയുന്നത്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നോക്കിയേ, ഈ വാക്യം പറയുകയാണ്, ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമില്ല, സകലവും അവന്റെ കണ്ണിന് മുൻപിൽ നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ്, അവനുമായിട്ട് നമുക്ക് എന്തുണ്ട്? കാര്യം ഉണ്ട്. നോക്കുക, അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് നമ്മൾ ഈ നമ്മൾ വിചാരങ്ങൾ വിവേചിച്ചറിയേണ്ടതിന്റെ കാരണം, നമുക്ക് നമ്മുടെ ദൈവം സകല വിചാരങ്ങളെയും വിവേചിച്ച് അറിയുന്ന ദൈവം ആണ്. അവനുമായിട്ട് നമുക്ക് എന്തുണ്ട്? അവനുമായി നമുക്ക് കാര്യം ഉണ്ട്. ഒരു മിനിറ്റ്, എൻ്റെ വൈഫൈ കണക്ട് ആയിട്ടുണ്ട്.
ഈ സ്ക്രീൻ ഷെയർ ഒന്ന് ഓണാക്കാവോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ദൈവത്തിന് കാണാമല്ലോ അല്ലെ? കാണാം. താങ്ക് യു സോ മച്ച്. അപ്പോ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമില്ല. സകലവും ദൈവത്തിന്റെ മുൻപിൽ നഗ്നവും മലർന്നതുമായി ഇരിക്കുന്നു. അവനുമായിട്ട് നമുക്ക് എന്തുണ്ട്? അവനുമായി നമുക്ക് കാര്യമുണ്ട്. നാം കണക്ക് കൊടുക്കേണ്ടവരാ. ഇപ്പൊ നമ്മൾ സംഗീതങ്ങളെ വായിക്കുന്നുണ്ട്, ദൈവമേ നിന്റെ അറിവ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. എന്താ കാരണം? എൻ്റെ വിചാരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ നീ ദൂരത്ത് നിന്നേ ഗ്രഹിക്കുന്നു. ഞാൻ ചിന്തിക്കാൻ പോകുന്ന കാര്യവും ഞാൻ പറയാൻ പോകുന്ന കാര്യവും ഇന്നതാണ് എന്ന് അത് ഞാൻ പറയും മുൻപേ നിനക്കറിയാം. അപ്പൊ നിന്റെ ജ്ഞാനം അത്ര വലുതാ. ഞാൻ ആ ജ്ഞാനത്തിന് മുമ്പിൽ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണെന്നാണ് സംഗീതകാരൻ പറയുന്നത്. അപ്പൊ നോക്കിയേ, ദൈവത്തിന് നമ്മുടെ എല്ലാ വിചാരങ്ങളും അറിയാം. നമ്മുടെ പ്രാണൻ പറഞ്ഞ എന്താണെന്നറിയാം, നമ്മുടെ ആത്മാവ് പറഞ്ഞ എന്താണെന്നറിയാം. ഈ ദൈവവുമായിട്ടാണ് നമുക്ക് എന്തുള്ളത്? കാര്യമുള്ളത്. നാം അവനുമായി കണക്ക് തീർക്കേണ്ട ആളുകളാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പറയുന്ന ഇങ്ങനെയാണ്: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാണന്റെ ചിന്തയുമുണ്ട്, ആത്മാവിന്റെ ചിന്തയുമുണ്ട്. ഈ 2 ചിന്തകളെയും ദൈവം അറിയുന്നു. നമുക്ക് അവനുമായിട്ട് കാര്യമുണ്ട്, അഥവാ നമ്മൾ കാര്യം തീർക്കണം. നമ്മൾ ഒരു ദിവസം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നാം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഈ കണക്ക് ബോധിപ്പിക്കുമ്പോൾ ദൈവം നമ്മെ ന്യായം വിധിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം തന്നെ അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. നോക്കിയേ, നമ്മൾ കണ്ടു ഒരാൾക്ക് പ്രാണന്റെ ചിന്തകളുമുണ്ട്. വിശ്വാസിക്ക് പ്രാണന്റെ ചിന്തയുമുണ്ട്, ആത്മാവിന്റെ ചിന്തയുമുണ്ട്. ഈ പ്രാണന്റെ ചിന്തയും ആത്മാവിന്റെ ചിന്തയും ഏതാണ് എന്ന് വിവേചിച്ചറിഞ്ഞ് നമ്മൾ ആത്മാവിന്റെ ചിന്തയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം നമ്മുടെ ചിന്തകളെയും ഉദ്ദേശങ്ങളെയും ദൈവം അറിയുന്നു. ആ ദൈവത്തോട് നമ്മൾ കണക്ക് കൊടുക്കണം. ദൈവത്തോട് കണക്ക് കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രവൃത്തികളെ തീ കൊണ്ടാണ് ശോധന കഴിക്കുന്നത്. ഈ തീ കൊണ്ട് ശോധന കഴിക്കുമ്പോൾ ആ പ്രവൃത്തികൾ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ടുള്ളതാണ് എങ്കിൽ കൂടുതൽ തിളക്കമുള്ളതായി തീരുകയും പ്രതിഫലം കിട്ടുകയും ചെയ്യും. ഇനി മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ടുള്ളതാണ് എങ്കിൽ തീ അതിനെ ഇല്ലാതാക്കുകയും നമുക്ക് സ്വർഗം കിട്ടും, നമ്മൾ രക്ഷിക്കപ്പെടും, പക്ഷെ പ്രതിഫലമൊന്നുമില്ലാതെ പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പണിയുന്ന ഓരോ പണികളും അത് ആത്മാവിനെ അനുസരിച്ചുള്ളതായിരിക്കണം. എൻ്റെ ഓരോ പ്രസംഗവും ആത്മാവ് പറയുന്ന ആശയം കേട്ടുകൊണ്ടായിരിക്കണം. പ്രാണൻ പറയുന്ന ആശയം കേട്ടുകൊണ്ടാണ് എങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പണിയുന്നതെല്ലാം മരവും പുല്ലും വൈക്കോലും ഒക്കെ ആയിരിക്കും. നമുക്ക് പഴയ ഉദാഹരണത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. നോക്കിയേ, എന്നോട് പ്രാണൻ പറഞ്ഞ കാര്യം ഇന്ന് സൂപ്പറായിട്ട് ക്ലാസ് എടുക്കണം എന്നുള്ളതാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അതുകൊണ്ട് എല്ലാവരും എന്നെ അഭിനന്ദിക്കണം, കേൾക്കുന്ന എല്ലാവരും എനിക്ക് അവസരങ്ങൾ തരണം, കേൾക്കുന്ന എല്ലാവരും എനിക്ക് എന്ത് ചെയ്യണം? കൂട്ടായ്മകൾ തരണം. ഇതാണ് പ്രാണന്റെ ഉദ്ദേശം. പ്രാണന്റെ ടീച്ചിങ്ങും ഉദ്ദേശവും ഇതാണ്.
അപ്പൊ ഈ ഉദ്ദേശം ഞാൻ കേട്ടാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കാത്തവയെല്ലാം ഞാൻ ഉപയോഗിക്കും. ഓക്കെ, അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കാത്തവ എല്ലാം ഞാൻ ഉപയോഗിക്കും. അപ്പൊ അദ്ദേഹം എന്താ ഉപയോഗിക്കാതിരുന്നത്? അതറിയണമെങ്കിൽ നമ്മൾ വീണ്ടും കൊരിന്ത്യർ ലേഖനത്തിലേക്ക് പോകണം. കൊരിന്ത്യർ ലേഖനത്തിനകത്ത് 2-ാം അധ്യായം, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലും 5-ാമത്തെ വാക്യത്തിലും അദ്ദേഹം എന്തെല്ലാം ഉപയോഗിച്ചിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. അടുത്ത വാക്യം പറയുകയാണ്, 5-ാം വാക്യം. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. നോക്കിയേ, 3 കാര്യം അവിടെ എടുത്തു പറയുക. ഒന്നാമത്തെ കാര്യം, വചനത്തിന്റെ വൈഭവം കൂടാതെ പ്രസംഗിച്ചു. ജ്ഞാനത്തിന്റെ വൈഭവം കൂടാതെ പ്രസംഗിച്ചു. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ ഇല്ലാതെ പ്രസംഗിച്ചു. ഇതാണ് പൗലോസ് ഉപയോഗിക്കാതിരുന്ന കാര്യം. ഇനി ഞാൻ എൻ്റെ പ്രാണനെയാണ് കേൾക്കുന്നത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ പറയുന്ന ജ്ഞാനത്തിന്റെ വചനത്തിന്റെ വൈഭവം ഉപയോഗിക്കും, ജ്ഞാനത്തിന്റെ വൈഭവം ഉപയോഗിക്കും, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളും ഉപയോഗിക്കും. എന്താണ് വചനത്തിന്റെ വൈഭവം? എനിക്ക് വചനത്തിൽ വലിയ ജ്ഞാനമുണ്ട്, വലിയ മേന്മയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഞാൻ ഒരു 10 വാക്യമൊക്കെ എന്ത് ചെയ്യും? കാണാതെ പറയും. ബൈബിളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട്, ബൈബിളൊന്നും എനിക്ക് വേണ്ട ബ്രദർ, അത് കാണാപ്പാടവാ. വാക്യങ്ങളൊക്കെ എനിക്ക് കാണാപ്പാടം. എനിക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഞൊട്ടിക്കഴിഞ്ഞാൽ വിരൽത്തുമ്പത്തൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ആ വചനത്തിലുള്ള വൈഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയും. എൻ്റെ വചനത്തിന്റെ വൈഭവം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനകത്ത് കുത്തി നിറച്ച് അത് നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. ചിലപ്പോൾ കുറെ വാക്യങ്ങൾ പറയാം, ചിലപ്പോൾ ബൈബിളിലെ കുറെ സംഭവങ്ങളെ പറയാം, കുറെ ഡേറ്റുകൾ പറയാം, കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ വചനത്തിൽ വലിയ ജ്ഞാനമുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ പറയും. ഞാൻ ആരെ കേട്ടാൽ? പ്രാണനെ കേട്ടാൽ. ഇനി രണ്ടാമത്തെ കാര്യം നോക്കി, എൻ്റെ ജ്ഞാനത്തിന്റെ വൈഭവം ഞാൻ പറയാനായിട്ട് ശ്രമിക്കും. അതെങ്ങനെയാ? ഞാൻ കുറെ ഗ്രീക്ക് വാക്കൊക്കെ അങ്ങ് പറയും. ഗ്രീക്ക് വാക്കൊക്കെ പറയും. ഇപ്പൊ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് കരുതും? പുള്ളി ഉണ്ടല്ലോ, ജോൺസൺ ലാസർ അല്ലേ, പുള്ളി ഗ്രീക്ക് പണ്ഡിതനാ, ഭയങ്കര ജ്ഞാനമാ പുള്ളിക്ക് ഗ്രീക്കില്. ഇപ്പൊ ജ്ഞാനത്തിന്റെ വൈഭവം ഞാൻ കാണിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എൻ്റെ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ, പ്രസംഗശാസ്ത്രത്തിൽ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരാമുഖം, ഒരു കഥ, ഒരു ഇല്ലുസ്ട്രേഷൻ, ഒരു പാട്ട്, ഇടയ്ക്ക് ശബ്ദം ഉയർത്തുക, ഇടയ്ക്ക് ശബ്ദം താഴ്ത്തുക, ഇടയ്ക്കൊന്ന് കരയുക, ഇടയ്ക്കൊന്ന് വിതുമ്പുക, ഇടയ്ക്കൊന്ന് ചിരിക്കുക. ഇങ്ങനെ ഈ ലോകത്തിന്റെ പ്രസംഗശാസ്ത്രം എന്ത് പറയുന്നു അതെല്ലാം ഞാൻ എൻ്റെ മെസ്സേജിനകത്തോട്ട് കൊണ്ടുവരും. കാരണം എൻ്റെ ഉദ്ദേശം എന്താ? എൻ്റെ ഉദ്ദേശം എല്ലാവരും എന്നെ അഭിനന്ദിക്കണം. എൻ്റെ ഉദ്ദേശം എനിക്ക് വീണ്ടും അവസരങ്ങൾ കിട്ടണം. എൻ്റെ ഉദ്ദേശം എനിക്ക് കൂട്ടായ്മ കിട്ടണം. അതുകൊണ്ട് ഞാൻ ഈ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കെല്ലാം ഉപയോഗിക്കും. എനിക്ക് അവസരം തന്നവരെ സുഖിപ്പിക്കും, എന്നെ കേൾക്കുന്ന എല്ലാവരെയും സുഖിപ്പിച്ചു പറയും, ആരെയും കുറ്റപ്പെടുത്തത്തില്ല, ആരുടെയും ഒരു കുറ്റം പോലും പറയത്തില്ല, എല്ലാവരെയും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് എല്ലാവരുടെയും നന്മ മാത്രം പറഞ്ഞ് എല്ലാ രീതിയിലും പ്രാസമൊക്കെ ഒപ്പിച്ചു പറഞ്ഞ് ഇങ്ങനെ ഏതെല്ലാം നിലയിൽ ഓഡിയൻസിന്റെ ശ്രദ്ധ എന്നിലേക്ക്, ഞാനെന്ന വ്യക്തിയിലേക്ക്, എൻ്റെ അവതരണത്തിലേക്ക് ആകർഷിക്കാമോ അതിനുവേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്യും. ഞാൻ പറഞ്ഞ പ്രസംഗശാസ്ത്രം വേണ്ടെന്നോ, ഗ്രീക്ക് വാക്ക് ഒരെണ്ണം പോലും പറയരുതെന്നോ, അല്ലെങ്കിൽ വാക്യമൊന്നും കാണാതെ പറയരുതെന്നൊന്നും അല്ല. അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതൊന്നും എന്തിനാകരുത്? നമുക്ക് പ്രശംസ കിട്ടാനാകരുത്. അതൊന്നും ആളുകൾ എൻ്റെ ജ്ഞാനം അറിയണം എന്ന ഉദ്ദേശത്തോടു കൂടെ ആകരുത്. ഒരു ഗ്രീക്ക് വാക്ക് ആവശ്യമെങ്കിൽ പറഞ്ഞു, നോ പ്രോബ്ലം. പക്ഷെ ആ ഗ്രീക്ക് വാക്ക് പറയുന്നത് ഈ കേട്ടിരിക്കുന്ന ആളുകൾ ഈ പറയുന്ന വ്യക്തി ഗ്രീക്കിൽ വലിയ നൈപുണ്യമുള്ള ആളാണ് എന്ന് വലിയ ജ്ഞാനമുള്ള ആളാണ് എന്ന് അറിയേണ്ടതിനാകരുത്. ഓക്കെ, പ്രാണൻ പക്ഷെ ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും? നിനക്ക് പ്രശംസ, നിന്നെ ആൾക്കാർ അഭിനന്ദിക്കണം, നിനക്ക് ആൾക്കാർ കയ്യെഴുതി തരണം, നിനക്ക് ആൾക്കാർ കൂട്ടായ്മ തരണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഇങ്ങനെ പറയുമ്പോൾ പൗലോസ് ഉപയോഗിക്കാത്തതെല്ലാം നമ്മൾ ഉപയോഗിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പൗലോസ് എബ്രായ ഭാഷയിലും എബ്രായ തിരുവെഴുത്തുകളിലും വലിയ പ്രാവീണ്യമുള്ള ആളായിരുന്നു, അല്ലെ? പക്ഷെ ദൈവം അദ്ദേഹത്തെ വിട്ടത് ആരുടെ അടുക്കലേക്കാ? ജാതികളുടെ അടുക്കലേക്കാ, യഹൂദന്റെ അടുക്കലേക്കല്ല. എന്താ കാരണം?
യഹൂദന്റെ അടുക്കൽ പോയാൽ ഒരു പക്ഷേ പൗലോസ് അഹങ്കരിക്കാനുള്ള സാധ്യതകളുണ്ട്. പൗലോസ് പറയും, ഞാനേ ഗമാലിയലിന്റെ കാൽക്കൽ ഇരുന്ന് വചനം പഠിച്ച ആളാ, ന്യായപ്രമാണം എനിക്ക് വെള്ളം പോലെ അറിയാം എന്നൊക്കെ പറഞ്ഞ് അതിലിങ്ങനെ പ്രകമ്പനം കൊണ്ട് ജീവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ അങ്ങോട്ട് പോകൂ, ജഹാദികളുടെ അടുക്കിലേക്ക് പോക്കൂ. എന്നിട്ട് പത്രോസ് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ വാ, നീ യഹൂദന്മാരുടെ അടുക്കിലേക്ക് പോക്കൂ. ശരിക്കും നമ്മളായിരുന്നെങ്കിൽ എങ്ങനെ വിട്ടേനെ? നമ്മളാണെങ്കിൽ എബ്രായ ഭാഷ നന്നായി പഠിച്ച, എബ്രായ തിരുവെഴുത്ത് നന്നായി പഠിച്ച പൗലോസിനെ യഹൂദന്മാർക്കിടയിലേക്കും വലിയ ജ്ഞാനമൊന്നുമില്ലാത്ത പത്രോസിനെ ജാതിയുടെ അടുക്കിലേക്കും വിട്ടേനെ. പക്ഷെ ദൈവം തിരിച്ചാ ചെയ്തത്. കാരണം ഇവരൊരിക്കലും അഹങ്കരിച്ചു പോകരുത്, ഇവരൊരിക്കലും അവരുടെ ജ്ഞാനം ആളുകളെ അറിയിക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കാതെ ഒരു ശുശ്രൂഷ പോലും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല എന്ന് പത്രോസും പൗലോസും ഒരേപോലെ മനസ്സിലാക്കി ചെയ്യേണ്ടതിന് അവർക്കൊരു പരിചയവുമില്ലാത്ത ആളുകളുടെ അടുക്കലേക്ക് ദൈവം അവരെ അയക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, പക്ഷെ നമ്മൾ ജീവിത ശൈലി, ജീവിത രീതി, നമ്മൾ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങൾ, നമ്മളുടെ ജീവിതം ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമുക്കിത് വിവേചിച്ചറിയേണ്ടത് ആവശ്യമാണ്. പ്രാണനാണ് എന്നോട് പറയുന്നതെങ്കിൽ ഞാൻ ഈ പൗലോസ് ഉപയോഗിക്കാത്ത വചനത്തിന്റെ വൈഭവം ഉപയോഗിക്കും, പൗലോസ് ഉപയോഗിക്കാത്ത ജ്ഞാനത്തിന്റെ വശീകരണ വാക്ക് ഉപയോഗിക്കും, ജ്ഞാനത്തിന്റെ വൈഭവം ഉപയോഗിക്കും. അങ്ങനെ അങ്ങ് പ്രസംഗിക്കാനും അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും തുടങ്ങും. അതിൻ്റെ എല്ലാം ഉദ്ദേശം ഇതായിരിക്കും, എല്ലാവരും എന്നെ അഭിനന്ദിക്കണം. ഇനി നോക്കിയേ, ആത്മാവാ പറയുന്നെങ്കിൽ അത് സംഭവിക്കുക. ആത്മാവാണ് എന്നോട് പറയുന്നത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചതുപോലെ ഞാൻ പ്രസംഗിക്കും. അതെങ്ങനെയാണ്? ആത്മാവിനോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ ക്ലാസ് സൂപ്പറായിട്ട് എടുക്കണം, അതിലൂടെ ദൈവനാമം മഹത്വപ്പെടണം, അതിലൂടെ ആളുകൾ വചനം അറിയാൻ ഇടയാകണം. ഇപ്പൊ പൗലോസ് എങ്ങനെ പ്രസംഗിച്ചു? പൗലോസ് പ്രസംഗിച്ചത് 1 കൊരിന്ത്യർ തന്നെ 2-ാം അധ്യായം 2-3 വാക്യവും, പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 31-ാമത്തെ വാക്യവും, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. അടുത്ത കാര്യം, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. 20-ാം അധ്യായം 31-ാം വാക്യം, അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുക. ഇവിടെ പറയുകയാണ്, ഒന്ന്, യേശുക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായി പ്രസംഗിക്കുന്നു, ബലഹീനതയോടെ പ്രസംഗിക്കുന്നു, നടുക്കത്തോടെ വചനം കൈകാര്യം ചെയ്യുന്നു, ഭയത്തോടെ കൈകാര്യം ചെയ്യുന്നു, കണ്ണുനീരോടെ, ഒരു സഹതാപത്തോടെ സംസാരിക്കുന്നു. ദൈവമക്കളെ, ആത്മാവ് പറയുന്ന ആ ചിന്ത ഞാൻ കേട്ടാൽ ഞാൻ പ്രസംഗിക്കുന്നത് ഇങ്ങനെയായിരിക്കും, യേശുക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും ഞാൻ പറയത്തില്ല, യേശുക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും ഞാൻ പറയത്തില്ല. എൻ്റെ ലോകത്തിലെ ജ്ഞാനമോ എൻ്റെ ലോകത്തിലെ ഡിഗ്രിയോ ഞാൻ ലോകത്തിൽ നിന്ന് കേട്ട കുറെ കഥകളോ ഞാൻ ഉണ്ടാക്കിയ കുറെ തമാശ കഥകൾ, ഇതൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സമയത്തെ വെറുതെ കളയത്തില്ല. എനിക്ക് യേശുവിനെ മാത്രമേ അറിയത്തുള്ളൂ. ആ യേശുവിനെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. യേശുക്രിസ്തുവിനെ മാത്രം അറിയുന്നവനെ ഞാൻ പ്രസംഗിക്കും. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഈ നമ്മുടെ പല പരസ്യങ്ങളിലും, ഇപ്പോഴത്തെ പരസ്യങ്ങളിലൊക്കെ മദ്യവിരുദ്ധ, ലഹരി വിരുദ്ധ പരസ്യവും സുവിശേഷ യാത്രകളാണ്. ലഹരി വിരുദ്ധ സുവിശേഷ യാത്രകൾ. ഞാൻ അതിനെ മുച്ചോടം അങ്ങ് എതിർക്കുകയല്ല. പക്ഷെ 20 മിനിറ്റ് ആണ് ഒരു കവലയിൽ പ്രസംഗിക്കുക. ആ 20 മിനിറ്റിൽ 15 മിനിറ്റും മദ്യത്തിന്റെ ദൂഷ്യവശങ്ങൾ, മദ്യത്തിന്റെ അപകടങ്ങൾ, മദ്യപിച്ചിട്ട് ആളുകൾക്ക് വന്ന അനുഭവങ്ങൾ, പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ മദ്യത്തിന്റെ ഉപയോഗത്തിന്റെ കണക്കുകൾ, പ്രത്യേകിച്ച് ഈ ഓണത്തിനൊക്കെ പേപ്പറിൽ വരുമല്ലോ, അതൊക്കെ വെട്ടിയെടുത്ത് വെച്ചിട്ട് കഴിഞ്ഞ വർഷം ഇത്ര കോടി, ഈ വർഷം ഇത്ര കോടി, ഇന്ന ഓണത്തിന് ഇത്ര കോടി, ഇന്ന ക്രിസ്മസിന് ഇത്ര കോടി, ഇങ്ങനെ കാര്യങ്ങൾ 15 മിനിറ്റ് പറയും. ബാക്കി 5 മിനിറ്റ് യേശുവിനെ കുറിച്ച് പറയും. ഓക്കെ, അപ്പൊ എന്താ ഉദ്ദേശം അവിടെ? നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ യേശുക്രിസ്തുവിനെ മാത്രമാണോ അറിയുന്നത്?
അങ്ങനെയാണോ ഇരിക്കുന്ന അവിടെ പ്രസംഗിക്കുന്നത്? അല്ല. ലോകത്തിന്റെ എല്ലാം അറിഞ്ഞ് അത് ചെയ്യുകയാണ്. ഓക്കെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ മാറണമെങ്കിൽ നമ്മൾ ആത്മാവിനെ കേൾക്കാനിടയാണ്. ഓക്കെ, ബലഹീനതയോടെ ഞാനൊരു എളിയ ദാസനാണ്, ഞാനൊരു അപ്രയോജന ദാസനാണ്, ഞാൻ ചെയ്യേണ്ട കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ആ ഒരു മനോഭാവത്തോടെ നമ്മൾ ചെയ്യാനിടയാകണം. നടുക്കം വേണം വചനം കയ്യിലെടുക്കുമ്പോൾ. ഇത് ദൈവത്തിന്റെ വചനമാണ്. ചില ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ, വചനം എടുക്കുമ്പോൾ ഒരു നടുക്കവും ഇല്ല, ഒരു നടുക്കവും ഇല്ല. എഴുതുന്ന കണ്ടാലോ ഒരു നടുക്കവും ഇല്ല. ചിലപ്പോഴൊക്കെ പ്രസംഗിക്കുന്ന കണ്ടു കഴിഞ്ഞാലോ ഇത് ദൈവത്തിന്റെ വചനമാണ് കൈകാര്യം ചെയ്യുന്ന ഒരു ചിന്തയില്ലാതെ പ്രസംഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ബൈബിളൊക്കെ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് താഴോട്ട് ഇങ്ങനെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പ്രസംഗത്തിന്റെ ഇടയ്ക്ക്. അപ്പൊ ഇങ്ങനെ എടുത്ത് വായിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് പ്രസംഗപീഠത്തിലേക്ക് അങ്ങ് ഇടുന്നു. ചില ആൾക്കാരുടെ ബൈബിൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ദേഷ്യം വരും. സൂര്യൻ ഉദിച്ചു വരുന്ന ചിത്രം പേര് ചെരിച്ച് വളച്ച് കമത്തി അത് അങ്ങനെ എഴുതിയിട്ടിരിക്കുന്നു. അവിടെ ഇവിടെ ചുമ്മാ കുത്തി വരച്ചു വെച്ചിരിക്കുന്നു. ചില ആളുകൾ പിന്നെ നമ്മുടെ പാട്ടുപുസ്തകം ബൈബിൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ബൈബിളിന്റെ മേളിലെ പാട്ടുപുസ്തകം വെക്കത്തുള്ളൂ. ഒരു ബഹുമാനവും പലപ്പോഴും ഈ പുസ്തകത്തിന് കൊടുക്കാറില്ല. മറ്റ് മതങ്ങളെ നോക്കുക, മതസ്ഥരെ നോക്കുക, അവരാരും അവരുടെ ഗ്രന്ഥങ്ങൾ ഇത്രയേറെ അപമാനിക്കാറില്ല. നമ്മൾ ഇതിനകത്ത് റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, കരമടച്ച രസീത്, ഇതെല്ലാം കറണ്ട് ബില്ല്, ഇതൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാം. നമുക്ക് എന്ത് നടുക്കോ ഇത് ഉപയോഗിക്കുമ്പോൾ ഉള്ളത്. ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ദേഷ്യം വരും. എവിടെ നടുക്കം ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക്. ഇപ്പൊ ഇതാരെ കേട്ടോണ്ടേ ചെയ്യുന്നത്? നമ്മൾ പ്രാണനെ കേട്ട് ചെയ്യുന്നതുകൊണ്ട് നടുക്കമില്ലാത്തത്. ആത്മാവിനെ കേൾക്കുമ്പോൾ അയ്യോ ഇത് ദൈവത്തിന്റെ വചനമാണ് എന്നുള്ള പേടിയോടുകൂടെ സംസാരിക്കും. ഇനി ഭയത്തോടെ ഞാൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നേ. പഴയ പ്രവാചകന്മാരെല്ലാം യഹോവ അരുളി ചെയ്യുന്നത് എന്തെന്നാൽ എന്ന് പറഞ്ഞ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ അവർ തന്നെ കരഞ്ഞിട്ടുണ്ട്. അയ്യോ ദൈവമേ, നീ ഇങ്ങനെ പെരുമാറാൻ പോവാണോ, നീ ഇങ്ങനെ ശിക്ഷിക്കാൻ പോവാണോ? ഇരമ്യാവൊക്കെ കരഞ്ഞുകൊണ്ടല്ലാതെ പ്രസംഗിച്ചിട്ടേ ഇല്ല. നമുക്കെവിടെ കണ്ണുനീര് വരുന്നു, നമുക്കെവിടെ സഹതാപം വരുന്നു? നമ്മൾ പലപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ട് നീ ഒന്നും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ഈ കേൾവിക്കാരെ മൊത്തം കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക, അവരെ ബഹുമാനിക്കാതെ സംസാരിക്കുക, കണ്ണുനീരില്ലാതെ, ഒരു സഹതാപം ഇല്ലാതെ സംസാരിക്കുക, ഇതൊക്കെ പ്രാണനെ കേൾക്കുന്നതിന്റെ പ്രശ്നമാണ്. എൻ്റെ ദൈവമക്കളെ, ഒരു മടങ്ങി വരവിന്റെ കാലത്തിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആത്മാവിനെ കേട്ടാൽ ക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായി നമ്മൾ സംസാരിക്കും. ബലഹീനതയുടെ വചനം കൈകാര്യം ചെയ്യും, നടുക്കത്തോടെ കൈകാര്യം ചെയ്യും, ഭയത്തോടെ കൈകാര്യം ചെയ്യും, കണ്ണുനീരോടെ നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും, അല്ലെങ്കിൽ ഒരു സഹതാപത്തോടെ അവതരിപ്പിക്കും. ചിലപ്പോഴേക്ക് തോന്നാറുണ്ട്, ഈ പള്ളിക്കാരെയും ഈ ഹിന്ദുക്കളെയും ഈ മുസ്ലിങ്ങളെ നമുക്ക് ഇത്ര പരസ്യമായി കുറ്റം പറയാനുള്ള അധികാരം നമുക്ക് എവിടുന്നാ കിട്ടിയെന്ന്. പലപ്പോഴും നമുക്കൊക്കെ നമ്മുടെ ആൾക്കാർ കൈയടിക്കും, ഓ സൂപ്പറായിട്ട് പറഞ്ഞു ബ്രദറായി, മൊത്തം കുറ്റം അവരെ പറഞ്ഞ്. ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മൾ ബ്രദറുകാരാണ് മോസ്റ്റ്ലി അന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ഇതിനകത്ത്. നമ്മളൊരു പെന്തക്കോസ് ചർച്ചിൽ പോയി എന്നിരിക്കട്ടെ, ഉദാഹരണത്തിന് ഒരു യാദൃശ്യ പോകേണ്ടതായിട്ട് വന്നു, ചെന്നിരുന്നു. പ്രസംഗകൻ വന്നു പ്രസംഗിക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യം പുള്ളി ബ്രദറുകാരെ കുറ്റം പറഞ്ഞു, അതിനുശേഷം വേറെ കുറെ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ പിന്നീട് പറഞ്ഞ കാര്യം എല്ലാം നല്ലതായിരുന്നു. പക്ഷെ ആദ്യം നമ്മളെ കുറ്റം പറഞ്ഞതുകൊണ്ട് പിന്നീട് പറഞ്ഞ ഒരു കാര്യവും നമ്മൾ അംഗീകരിക്കത്തില്ല, സ്വീകരിക്കത്തില്ല. എന്താ കാരണം? ആദ്യം നമ്മളെ കുറ്റം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇതേ കാര്യമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഉള്ള ഹിന്ദുക്കളെ മൊത്തം കുറ്റം പറഞ്ഞു. നിങ്ങളുടെ ദൈവത്തിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല, അവയെ സേവിക്കുന്നവരൊക്കെ അവയെ പോലെ ആകുന്നു. എന്റെ പൊന്നു ദൈവം, ഇത് ബൈബിളിലെ വാക്യമാണെങ്കിലും അത് പറഞ്ഞത് യഹൂദന്മാരോടാ. ഒരു ബാക്ക്ഗ്രൗണ്ട് അതിനുണ്ട്, അല്ലാതെ എവിടെയും കയറി പറയാവുന്ന ഒന്നല്ല. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ആദ്യ ലേഖനം എഴുതിയത് നിങ്ങളാൽ ഞാൻ സന്തോഷിക്കപ്പെടേണ്ടവനാണ് എന്ന് കരുതിയിട്ട. ഇതേ അധ്യായത്തിൽ തന്നെ 2-ാം അധ്യായത്തിലെ കാര്യം പറയുന്നത്. ഇന്നത്തെ ഈ ഫേസ്ബുക്കിലുള്ള എഴുത്തിലൊക്കെ ഈ ഒരു ചിന്ത നമുക്കുണ്ടോ? നമ്മുടെ ലേഖനം വായിക്കുന്നവരാൽ സന്തോഷിക്കപ്പെടേണ്ടവരാണ് നമ്മൾ. എൻ്റെ പ്രസംഗം കേൾക്കുന്നവരാൽ സന്തോഷിക്കപ്പെടേണ്ടവനാണ് ഞാൻ. എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന നിങ്ങളാൽ സന്തോഷിക്കപ്പെടേണ്ട ആളാണ് ഞാൻ എന്ന ചിന്ത എന്നെ ഭരിക്കുന്നുണ്ടോ? അങ്ങനെ ഭരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രസംഗത്തിൽ ഒരു സഹതാപം ഉണ്ടാകും.
ഞാൻ നടുക്കത്തോടെ വചനമെടുക്കും. ഞാൻ ഭയത്തോടെ സംസാരിക്കും. ഞാനൊരു ബലഹീനദാസനാണ്, ഞാൻ ദൈവത്തിന്റെ ദാസനാണെന്ന് ദൈവനെ ഉപയോഗിക്കുന്നേ ഉള്ളൂ എന്നുള്ള ഇതിൽ ഒട്ടും അഹങ്കരിക്കാതെ വളരെ താഴ്മയോടെ ഞാനിത് സംസാരിക്കും. അല്ല, ഞാൻ പ്രാണനെ കേട്ടാൽ ഞാൻ വചനത്തിന്റെ വൈഭവം വിളമ്പും, ജ്ഞാനത്തിന്റെ വൈഭവം വിളമ്പും, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ ഞാൻ സംസാരിക്കും. അങ്ങനെ ഞാൻ പണിത് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? സംഭവിക്കുന്ന കാര്യം, ഞാൻ അതിൻ്റെ മേളിൽ പണിയും. അതിൻ്റെ മേളിൽ പണിത് കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് അതിനെ തീ കൊണ്ട് ശോധന കഴിക്കും. തീ കൊണ്ട് ശോധന കഴിക്കുമ്പോൾ പ്രാണന്റെ ചിന്ത കേട്ട് പണിതെല്ലാം വെന്തു പോകും. നോക്കിയേ, നമുക്ക് സഹായം ആവശ്യമാണ്. നമുക്ക് സഹായം ആവശ്യമാണ്. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ആ വാക്യം പറഞ്ഞത്, ഒരു മനുഷ്യൻ, പെട്ടെന്ന് നടത്താം, ഒരു മനുഷ്യൻ ഏത് പണിയുന്നു എന്നനുസരിച്ചാണ് പ്രതിഫലമുള്ളത്. ഇപ്പൊ ചിന്തിക്കുക, ദൈവം എൻ്റെ കയ്യിലേക്ക് 10,000 രൂപ തന്നു, നിങ്ങളുടെ കയ്യിലേക്കും 10,000 രൂപ തന്നു. ഓക്കെ, 10,000 രൂപ തന്നു. ആ 10,000 രൂപ കൊണ്ട് നിങ്ങൾ പോയി സ്വർണം വാങ്ങിച്ചു, നിങ്ങൾ പോയി സ്വർണം മേടിച്ചു. ഞാൻ പോയി ഒരു കറ്റ വാങ്ങിച്ചു, അല്ലെങ്കിൽ കറ്റ തന്നെ വാങ്ങിച്ചിരിക്കട്ടെ, കറ്റ വാങ്ങിച്ചു. അപ്പോ ഇതിൽ ആരുടെ ആയിരിക്കും പുറമേ നോക്കുമ്പോൾ വലുതായിട്ടിരിക്കുന്നത്? എൻ്റെ ആയിരിക്കും, അല്ലേ? കാരണം ഞാൻ വലിയൊരു തുറ കെട്ടി വെച്ചിരിക്കുക, എവിടെ നോക്കിയാലും എൻ്റെ. കാരണം 10,000 രൂപയുടെ കറ്റ ഇരിക്കുക, എങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. മറ്റേയാളുടേതോ? നിങ്ങളുമായി സ്വർണം ആരെങ്കിലും കാണുമോ? ആരും കാണത്തില്ല. നമ്മൾ രണ്ടുപേരും ഒരു ദിവസത്തിലേക്ക് ചെല്ലുന്നു. ദൈവം ചോദിക്കാം, ജോൺസാ ഇങ്ങ് വന്നല്ലേ? ഓ കർത്താവേ, കൃപയാൽ എത്താനായിട്ട് പറ്റി. ശരി, നിന്റെ പ്രവൃത്തി ഇങ്ങെടുക്ക്. അപ്പൊ ഞാനിതെല്ലാം എൻ്റെ ഈ 10,000 രൂപയുടെ കറ്റ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കച്ചി ഞാൻ കൊണ്ട് ഫ്രണ്ടിലോട്ട് വെച്ചു. തീ പറ്റയിടിയിൽ ചുണ്ടും അതങ്ങ് തീർന്നു. അപ്പൊ നിങ്ങൾ വന്നല്ലേ? അതേ കർത്താവ്, വരാനായിട്ട് സാധിച്ചു. അങ്ങ് എന്നെ ഇവിടം വരെ കൊണ്ടുപോകും. നന്ദിയുണ്ട് കർത്താവ്, സ്വർഗം തന്നതിന്. നിന്റെ പ്രവൃത്തികൾ കൊണ്ടുപോവാ. ആ 10,000 സ്വർണവുമായിട്ട് അങ്ങ് ചെന്നു, തീയിലേക്ക് ഇട്ടു. അത് കൂടുതൽ ശോഭയുള്ളതായി തീർന്നു. നിങ്ങൾക്ക് പ്രതിഫലം കിട്ടി, എനിക്കൊരു പ്രതിഫലവും കിട്ടിയില്ല. പ്രിയമക്കളെ, പ്രിയ ദൈവമക്കളെ, അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ ആത്മാവിനെ അനുസരിക്കണം. ആത്മാവിനെ അനുസരിക്കാനായിട്ട് നമുക്ക് എന്താവശ്യമാണ്? ദൈവകൃപ ആവശ്യമാണ്. ഈ ചിന്തയിൽ ഏതാണ് ആത്മാവിൻ്റെ എന്നറിയാനായിട്ട് കൃപ ആവശ്യമാണ്. അപ്പൊ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ, എൻ്റെ ഉള്ളിൽ എപ്പോഴും 2 ചിന്തകൾ വരുന്നു. എൻ്റെ പ്രാണന്റെ ചിന്തകളുണ്ട്, എൻ്റെ ആത്മാവിൻ്റെ ചിന്തകളുമുണ്ട്. ആത്മാവിൻ്റെ ചിന്തകളെ കേൾക്കുവാൻ, ആത്മാവിൻ്റെ ചിന്തയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ അങ്ങനെ സഹായിക്കണം. ഇത് വിവേചിച്ചറിയുവാൻ അവിടുത്തെ വചനത്താൽ എന്നെ സഹായിക്കണം. നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനങ്ങളിൽ, തിരുവചന പ്രകാരം എന്നെ നടത്തണമേ. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവമുഖത്തേക്ക് നോക്കാം. ഒരു വാക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ഉത്തരവാദിത്ത സഹോദരന്മാര് പ്രാർത്ഥിക്കുന്നതാണ്. പ്രിയപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രാണന്റെ ചിന്തകളുമുണ്ട്, ആത്മാവിന്റെ ചിന്തകളുമുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ചു തന്നെ പറയുന്നു. ഞങ്ങൾ ആത്മാവിന്റെ ചിന്തകളെ കേട്ട് ഞങ്ങളുടെ പണി സ്വർണം കൊണ്ടും വിശേഷമായ കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ ആയിത്തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. ഒരു കാരണവശാലും മരം കൊണ്ടോ വൈക്കോല് കൊണ്ടോ പുല്ലുകൊണ്ടോ ഒന്നും പണിയാതെ വിലയേറിയ വസ്തുക്കൾ കൊണ്ട് ഞങ്ങളുടെ പണി നടത്തുവാൻ കർത്താവ് ഇടവരുത്തണം. അതിന് ആത്മാവിന്റെ ചിന്തകളെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ വളരെ ഭക്തിയോടെ മാത്രം ജീവിപ്പാൻ കൃപ തരണം. ആ കൃപയ്ക്കായി തിരുമുഖത്തേക്ക് നോക്കുന്നു. അടിയനെ പ്രയോജനദാസനാണ്, അടിയന് പകരമായി അങ്ങ് സംസാരിക്കണം. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. വചനം ഞങ്ങൾ എല്ലാവരിലും ഒരുപോലെ ഫലം കാണാൻ കർത്താവ് സഹായിക്കണം. മാനവും മഹത്വവും പൂച്ചങ്ങി അർപ്പിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനയും യാചനയും ക്രിസ്തുവിശുദ്ധ നാമത്തിലാകയാൽ കൃപയോടെ സ്വീകരിക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും നന്ദി. ദൈവനാഥൻ മാത്രം നയിക്കും. മഹത്വം.